ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 23. ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. അങ്ങനെ ആകാശങ്ങളും ഭൂമിയും അവയിലുള്ള സമസ്ത ചരാചരങ്ങളും പൂർണ്ണമായി. ദൈവം താൻ തുടങ്ങിയ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ സകല സർഗാത്മക പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ചതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. നമുക്കിതിലത്തെ 2 പ്രയോഗങ്ങൾ ആദ്യമൊന്ന് ചർച്ച ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് ഉരുത്തിരുന്ന 2 സംഗതികളുണ്ട്. അതിലൊന്ന് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. മറ്റത് അടുത്ത ക്ലാസ്സിൽ. 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മത്തിന് ശേഷം ദൈവം ക്ഷീണിതനായത് കൊണ്ടല്ല ഈ വിശ്രമം. ദൈവത്തെ അനുകരിച്ച് പണിയെടുക്കുന്നവർക്ക് വിശ്രമത്തിന് അവസരമുണ്ടാകണം എന്ന് പഠിപ്പിക്കുകയാണ് ആദ്യ ലക്ഷ്യം. ഞാനൊന്ന് ആവർത്തിക്കുക. സൃഷ്ടികർമ്മത്തിന് ശേഷം ദൈവം ക്ഷീണിതനായത് കൊണ്ടല്ല ഈ വിശ്രമം. പക്ഷെ ദൈവത്തെ അനുകരിച്ച് പണിയെടുക്കുന്നവരുണ്ട്, സർഗാത്മക സൃഷ്ടി നടത്തുന്നവരുണ്ട്. അവർക്കെല്ലാം വിശ്രമത്തിന് അവസരമുണ്ടാകണം എന്ന് പഠിപ്പിക്കുകയാണ് ദൈവം വിശ്രമിച്ചു എന്ന ആ സംഗതി പഠിപ്പിക്കുന്നതിലൂടെ അവതരിപ്പിക്കുന്നതിലൂടെ ആദ്യ ലക്ഷ്യം. എങ്കിലും ആദ്യ ലക്ഷ്യം അതാണ്. പരമമായ ലക്ഷ്യം ദൈവവും മനുഷ്യനും തമ്മിൽ അത്യഗാധമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ആഴ്ചയിൽ ഒരു ദിവസം മാറ്റിവെക്കണം. ദൈവവും മനുഷ്യനും തമ്മിൽ അത്യഗാധമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് 7 ദിവസമുള്ള ഒരാഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിന് മാറ്റിവെക്കണം. ദൈവത്തിൻ്റെ വിശ്രമം എന്ന് പറയുന്നത് മനുഷ്യരുമായുള്ള അത്യഗാധമായ ബന്ധമാണ്. അപ്പോൾ ദൈവം വിശ്രമിച്ചു ക്ഷീണിതനായിട്ടാണോ എന്ന് ആ ചോദ്യത്തിന് ഉത്തരമാണിത്. ഒന്ന്, ദൈവത്തെ അനുകരിച്ച് പണിയെടുക്കുന്നവർക്ക് വിശ്രമിക്കാനുള്ള അവസരം ഉണ്ടാകണം. ദൈവം പോലും വിശ്രമിച്ചെങ്കിൽ ദൈവത്തെ അനുകരിക്കുന്നവർക്കും വിശ്രമിക്കാൻ മാർഗമുണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണിത്. ഇപ്പോഴത്തെ ഈ മൾട്ടി കോർപ്പറേഷൻ ജോലികളിലൊക്കെ വിശ്രമത്തിന് നേരമില്ല. അങ്ങനെ മനുഷ്യർ ഡിപ്രഷൻ മരുന്ന് കഴിക്കുകയാണ് വിഷാദ രോഗത്തിന്. അതുപോലെ ഞായറാഴ്ചകളിലും കടകൾ തുറന്നു വെച്ച് വിശ്രമത്തിന് അവസരമില്ല. അങ്ങനെ പണം സമ്പാദിക്കുന്നു, ആ പണത്തിൻ്റെ പകുതി ആശുപത്രിയിൽ ചെലവഴിക്കുന്നു, ഇപ്പോൾ മനഃശാസ്ത്രജ്ഞന് കൊടുക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. ജോലിയും വിശ്രമവും തമ്മിലൊരു സന്തുലിതാവസ്ഥ വേണം. നല്ല രീതിയിൽ ജോലി ചെയ്യാനും കുടുംബത്തെ നോക്കാനും സാധിക്കണമെങ്കിൽ കൃത്യമായി വിശ്രമം വേണം. വിശ്രമമില്ലാതെ പണിയെടുത്താൽ ശരിയാകില്ല. ആ ഒരു മാതൃക ദൈവം തന്നെ കൊടുക്കുകയാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു മാതൃക എന്ന് പറഞ്ഞു വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യൻ തമ്മിൽ ഒരുമിച്ചായിരിക്കണം. അപ്പോൾ 7 ദിവസമുള്ളതിൽ 6 ദിവസം പണിയെടുക്കാനും ഒരു ദിവസം ദൈവത്തിനൊപ്പം ആയിരിക്കാനും. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്രമം എന്ന് പറയുന്നത് മനുഷ്യരുമായുള്ള അത്യഗാധമായ ബന്ധമാണ്. ദൈവത്തിൻ്റെ വിശ്രമം അതാണ്. ഗംഭീരമായ ആശയമല്ലേ അത്? എന്താണ് വിശ്രമം എന്നതിന് ഒരു നല്ല ഗംഭീരമായ ഉത്തരം കൂടി കിട്ടുകയല്ലേ? പ്രപഞ്ചത്തെ സംരക്ഷിക്കുക എന്ന പ്രവൃത്തിയിൽ നിന്നോ സൃഷ്ടികർമ്മം എന്ന പ്രവൃത്തിയിൽ നിന്നോ ദൈവം ഒരിക്കലും വിരമിച്ചിട്ടില്ല. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പുത്രൻ തമ്പുരാൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 5:16-17. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് പ്രപഞ്ചത്തെ സംരക്ഷിക്കുക എന്ന പ്രവൃത്തിയിൽ നിന്നോ സൃഷ്ടികർമ്മം തുടരുക എന്ന പ്രവൃത്തിയിൽ നിന്നോ ദൈവം ഒരിക്കലും വിരമിച്ചിട്ടില്ല. പക്ഷെ അതേസമയം ഈ 2 സന്ദേശങ്ങൾ നൽകാനായിട്ട് അവൻ വിശ്രമിച്ചിട്ടുണ്ട് താനും. ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. സ്ത്രീ ഗർഭം ധരിക്കുന്ന നിമിഷത്തിൽ മനുഷ്യാത്മാവിനെ സൃഷ്ടിക്കുന്ന ദൈവം തൻ്റെ സൃഷ്ടികർമ്മം തുടരുകയല്ലേ? സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്ന ആ നിമിഷത്തിൽ ആ സ്ത്രീയും പുരുഷനും അല്ലല്ലോ ആത്മാവിനെ സൃഷ്ടിക്കുന്നത്. അവർ ശരീരം കൊടുക്കല്ലേ. ആത്മാവിന് ദൈവം സൃഷ്ടിച്ചു, ആ ആത്മാവിന് ശരീരം കൊടുക്കുകയാണ് അപ്പനും അമ്മയും. അപ്പോൾ ഈ സ്ത്രീയും പുരുഷനും ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്ന പ്രക്രിയയിൽ പ്രവേശിക്കുമ്പോൾ ദൈവം ആത്മാവിനെ സൃഷ്ടിച്ച് അവരിലേക്ക് ഇടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം തുടരുകയല്ലേ? പിയൂസ് 13 ഹ്യൂമാനി ജാനറീസിലെ 36-ാമത്തെ ഘട്ടത്തിലാണ് ഇത് പറയുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 366, 2172, 2173 നിങ്ങൾക്ക് ഇതിലേക്ക് സൂചനകൾ കാണാം. രണ്ടാമത്തെ ഒരു പ്രയോഗം നമ്മൾ പഠിക്കുന്നത് 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. നാം പ്രപഞ്ച സൃഷ്ടി എന്ന് വിശേഷിപ്പിക്കുന്ന സൃഷ്ടിഗാഥയുടെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തുകയാണ് ഈ തിരുവചനം.
ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് പ്രപഞ്ച സൃഷ്ടി എന്ന് നാം വിശേഷിപ്പിക്കുന്ന സൃഷ്ടിഗാഥയുടെ ആത്യന്തിക ലക്ഷ്യം. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് വർണ്ണിക്കാനല്ല, പ്രപഞ്ചത്തിൽ ദൈവവും മനുഷ്യൻ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധം എന്ത് എന്ന് അവതരിപ്പിക്കാനാണ് വേദത്താളുകൾ രചിച്ച ഗ്രന്ഥകർത്താവിന്, രചയിതാവിന് താല്പര്യം. 7 ദിവസങ്ങളുള്ള ആഴ്ചയിൽ 6 ദിവസം ജോലിയെടുക്കാനും 1 ദിവസം ദൈവത്തോടൊപ്പം വിശ്രമിക്കാനും ഉള്ളതാണ്. അതിനാൽ ദൈവം ആ ദിവസത്തെ, 7-ാം ദിവസത്തെ വേർതിരിക്കുകയും വിശുദ്ധമാക്കുകയും ചെയ്തു. തൻ്റെ സർഗാത്മക പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിച്ച ദൈവം തന്നെയാണ് സാബത്ത് ആചരിക്കാനുള്ള ഉത്തമ മാതൃക നൽകിയത്. ഭക്ഷണം തേടുക മാത്രമല്ല അധ്വാനത്തിൻ്റെ ലക്ഷ്യം. 7-ാം ദിവസം ദൈവത്തോടൊപ്പമുള്ള വിശ്രമമാണ് അതിൻ്റെ ലക്ഷ്യം. അങ്ങനെയല്ലെങ്കിൽ മനുഷ്യൻ തൊഴിലിൻ്റെ അടിമയായി മാറും. അല്ലേ? വർക്ക് മേക്സ് യു ഫ്രീ. ജോലി നിങ്ങളെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഹിറ്റ്ലർ 60 ലക്ഷം പേരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നു കളഞ്ഞത്. ജോലി നിങ്ങൾ സ്വന്തമാക്കുമെന്നും പറഞ്ഞ് തീവണ്ടിയിൽ കയറ്റി ഈ ഗ്യാസ് ചേമ്പറിൽ കൊണ്ടുപോയി കൊന്നു കളയായിരുന്നു. ജോലി നിങ്ങളെ സ്വതന്ത്രമാക്കും. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഹിറ്റ്ലർ പറഞ്ഞത് ജോലി നിങ്ങളെ സ്വതന്ത്രമാക്കും. ജോലി നിങ്ങൾ സ്വതന്ത്രമാക്കുമോ? ഇപ്പം എല്ലാവരും ജോലി തേടാനും കാശ് തേടാനും ഒക്കെ പോകുകയാണ്. ജീവിതം എവിടെ കിടക്കുന്നു? ജോലി വേണം, പണം വേണം, ഒക്കെ ശരി തന്നെ. പക്ഷെ ജീവിതം കൈവിട്ട് കളഞ്ഞിട്ട് ഇതൊക്കെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതെല്ലാം ജോലി കിട്ടി, പണം കിട്ടി, എല്ലാം വന്നപ്പോൾ ജീവിതമില്ലാതെ പോയിരിക്കല്ലേ? എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയണേ. ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഈ പ്രശ്നങ്ങളുടെ ആധിക്യം, കുന്നുകൂടി കിടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനൊരു സന്തുലിതാവസ്ഥ വേണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ആ സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ കൂമ്പാരം. തൊഴിലിൻ്റെ അടിമയായി മാറുകയാണ് നമ്മൾ. വേല മാത്രം ആയുധമായ മനുഷ്യൻ അധ്വാനത്തിൻ്റെ അടിമയാണ്. സ്വതന്ത്രനല്ലെന്ന് മാത്രമല്ല, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ സമത്വസുന്ദരമായ ലോകം സ്ഥാപിക്കാൻ കഴിയും, അതിന് ദൈവത്തിന് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന വിഡ്ഢികളായിട്ട് നമ്മൾ മാറും. ജോലി നിങ്ങൾ സ്വതന്ത്രമാക്കുമെന്ന് വിചാരിക്കുന്നവരും, ഈ ലോകത്ത് ദൈവമില്ലാതെ തന്നെ സമത്വസുന്ദരമായ ലോകം സൃഷ്ടിക്കാമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും വിഡ്ഢികളുടെ ലോകത്താണ്. അതുപോലെ നമ്മളും വിഡ്ഢികളായിട്ട് മാറും അങ്ങനെയൊക്കെ വിചാരിച്ചാൽ. കത്തോലിക്ക സഭയുടെ മതബോധനം 347, 2175 മുതൽ 2176 വരെ. ചുരുക്കത്തിൽ സാബത്ത് ആണ്. സാബത്ത് 7-ാം ദിവസത്തെ സാബത്ത്. ഹീബ്രുവിൽ ഷബാത്ത് എന്നാണ്. ഷബാത്ത്, അതിൽ നിന്നാണ് നമ്മൾ സാബത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വിശ്രമം എന്നാണ് വാക്കിനർത്ഥം. സാബത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ ഓർക്കുക. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അധ്വാനത്തിൽ നിന്ന് വിശ്രമിക്കുക. അത് മനുഷ്യൻ്റെ ഒരു ബേസിക് ആവശ്യമാണ്. പുറപ്പാട് പുസ്തകം 20:8-11, പുറപ്പാട് 23:12, നിയമാവർത്തനം 5:12-13. ദൈവമാണ് വിശുദ്ധീകരിക്കുന്നവൻ എന്ന സത്യം ഓർത്തുകൊണ്ട് 6 ദിവസം മനുഷ്യർക്ക്, 1 ദിവസം ദൈവത്തിന് എന്ന ഉടമ്പടി പാലിക്കുക. ഇതാണ് പുറപ്പാട് 31:12-17 പറയണേ. അപ്പോൾ സാബത്ത് വന്ന ഉടമ്പടി, സാബത്ത് ഉടമ്പടി, അതാണ് ദൈവം എല്ലാ മനുഷ്യരുമായി ഉറപ്പിച്ച ഉടമ്പടി. ദൈവം ആദാമുമായി ഉറപ്പിച്ച ഉടമ്പടി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുമായി ഉറപ്പിച്ച ഉടമ്പടിയാണ്. ആ സാബത്ത് ഉടമ്പടിയാണ് ഈ സൃഷ്ടിഗാഥ എന്ന് പറയുന്ന 1-ാമത്തെ അധ്യായം, ഉൽപ്പത്തി 1:1 മുതൽ 2:3 വരെയുള്ള ആ ഭാഗത്തിൻ്റെ ലക്ഷ്യം സാബത്ത് ഉടമ്പടി സ്ഥാപിക്കലാണ്, ഉറപ്പിക്കലാണ്. വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ കേമമാണ്. എന്താണ്? 6 ദിവസം മനുഷ്യന്, 1 ദിവസം ദൈവത്തിന്. 7 ദിവസമാണ് ഉള്ളത്. അതിൽ 6 ദിവസം മനുഷ്യന്, 1 ദിവസം ദൈവത്തിന്. വളരെ വളരെ കേമമായ ഒരു ഉടമ്പടിയല്ലേ ഇത്? 7 ദിവസമുള്ളതിൽ 6 ദിവസം നമുക്ക്, 1 ദിവസം മതി ദൈവത്തിന്. ഗംഭീരമായ ഒരു ഉടമ്പടിയാണിത്. അതിലൂടെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം ആയിരുന്ന് കുടുംബ ബന്ധം സുദൃഢമാക്കുക, തിരുവചനം പഠിക്കുക. മൃഗങ്ങൾ പഠിക്കാൻ സ്കൂളിലോ ആരാധിക്കാൻ പള്ളിയിലോ പോകുന്നുണ്ടോ? ഇല്ല. പക്ഷെ മനുഷ്യരെ ദൈവത്തെ ആരാധിക്കാനേ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ മൃഗങ്ങളായി അധപതിക്കും. ഇരുകാലി മൃഗങ്ങൾ. അവർ മനുഷ്യക്കുരങ്ങിൽ നിന്നും മനുഷ്യനിലേക്ക് വളർന്നിട്ടില്ല എന്ന് വരും. മനുഷ്യക്കുരങ്ങ് പള്ളിയിൽ പോകുന്നുണ്ടോ? സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വാങ്ങലും കൊടുക്കലും മാത്രമായി ഒതുങ്ങുന്ന മൃഗങ്ങളായി നിലനിൽക്കുന്ന
മനുഷ്യരുടെ സംഖ്യയാണ് വെളിപാട് പുസ്തകത്തിൽ 666 എന്ന് പറയുന്നത്. വെളിപാട് 13-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. മൃഗത്തിൻ്റെ നമ്പറാണ് 666. അതായത് ഞാൻ ഒന്നുകൂടി പറയാണ്, ഈ മൃഗങ്ങൾ, ഏതെങ്കിലും മൃഗങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടോ? ഏതെങ്കിലും മൃഗങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ മനുഷ്യർ പള്ളിയിൽ പോകുന്നില്ല, സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ എന്താണ് എൻ്റെ അർത്ഥം വരിക? വിദ്യ അഭ്യസിക്കുന്നില്ലെങ്കിൽ, സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞാൽ വിദ്യ അഭ്യസിക്കുന്നില്ലെങ്കിൽ, പള്ളി പോകുന്നില്ലെങ്കിൽ നമ്മളെ മൃഗങ്ങളെ പോലെയാകും, ഇരുകാലി മൃഗങ്ങൾ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മറിച്ച് കുടുംബത്തിൽ അംഗങ്ങളോടൊപ്പം ആയിരിക്കണം, വചനം പഠിക്കണം, ദൈവത്തോടൊപ്പം ആയിരിക്കണം. ഇതിലൂടെയാണ് നല്ല തരത്തിലുള്ള ഒരു ബന്ധം, മാനുഷിക ബന്ധം, മാനുഷികമായ മനുഷ്യത്വം ഉണ്ടാവുക. അതാണ് ദൈവം ഈ സാബത്ത് ഉടമ്പടി ഉറപ്പിച്ചതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ദൈവം സർവ്വവ്യാപിയാണ്. എങ്കിലും ലോകത്തിൽ സവിശേഷമായി മനുഷ്യരോടൊപ്പം ആയിരിക്കാനും മനുഷ്യർക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാനും ഒരു ഇടവും ഒരു സമയവും വേണം. അതിനാണ് സാബത്ത് എന്ന് പറയണേ. ദൈവം സർവ്വവ്യാപിയാണ്. പക്ഷേ ലോകത്തിൽ സവിശേഷമായി മനുഷ്യരോടൊപ്പം ആയിരിക്കാനും മനുഷ്യർക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാനും ഒരു സ്ഥലം, ഒരു സമയം, അതിനെയാണ് സാബത്ത് എന്ന് പറയുന്നത്. സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം എന്നും ആയിരിക്കാനുള്ള പരിശീലനം അതിലൂടെ കൈവരികയാണ്. അപ്പോൾ സ്വർഗത്തിലെ വിശ്രമത്തിൻ്റെ മുൻ ആസ്വാദനമാണ് സാബത്ത്. ഹെബ്രായലേഖനം 4:1-10. 6 ദിവസം ജോലി എടുക്കുകയും 1 ദിവസം വിശ്രമിക്കുകയും ചെയ്യുക എന്ന ലയം അവതരിപ്പിച്ച ദൈവത്തെ അനുകരിക്കുന്നതിലൂടെയാണ് മനുഷ്യനിലെ ദൈവഛായ ബലം ചൂടുന്നത്. ദൈവഛായയിലാണോ നാം സൃഷ്ടിക്കപ്പെട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ദൈവത്തെ അനുകരിക്കുന്നതിലൂടെയാണ് നമ്മുടെ ദൈവഛായ ബലം ചൂടുക. 6 ദിവസം ജോലിയെടുക്കുകയും 1 ദിവസം വിശ്രമിക്കുകയും ചെയ്തതാണ് ദൈവത്തിൻ്റെ രീതി. ആ ദൈവത്തെയാണ് അനുകരിക്കേണ്ടത്. ദൈവത്തിൽ നിന്നാണ് സാബത്ത് ആചരണത്തിൻ്റെ തുടക്കം. പിന്നീട് 10 കൽപ്പനകളിൽ 3-ാം പ്രമാണത്തിലൂടെ അതിന് നിയമപരമായ പിൻബലം കൊടുത്തു. പുറപ്പാട് 20:8-11. അതിനാൽ സാബത്ത് ആചരണം മാറ്റിവെക്കാവുന്ന സംഗതിയല്ല. അധ്വാനം ആരാധനയാകുന്നത് എങ്ങനെയെന്നും ഇവിടെ സൂചനയുണ്ട്. 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കാനായി ചെലവഴിക്കുമ്പോൾ അതിനു മുമ്പ് 6 ദിവസത്തെ അധ്വാനവും ആരാധനയായി മാറുന്നു. 7-ാം ദിവസം ദൈവത്തോടൊപ്പം ചെലവഴിക്കുന്നില്ലെങ്കിൽ 6 ദിവസവും അശുദ്ധമായി നിലനിൽക്കും, പൈശാചികമായി മാറും. ദൈവത്തെ ആരാധിക്കാനും അവൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും, ദൈവത്തെ ആരാധിക്കാനും അവൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സൗന്ദര്യം ആസ്വദിക്കാനുമായി മാറ്റിവെക്കപ്പെട്ട സാബത്താണ് പ്രപഞ്ചവുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടയാളം. പുറപ്പാട് 31:12-17, കത്തോലിക്ക സഭയുടെ മതപാനം 346. യഹൂദ മതത്തിൻ്റെയും ക്രിസ്തുധർമ്മത്തിൻ്റെയും നെടുന്തൂണുകളിൽ ഒന്നാണിത്. ആഴ്ചയിലെ 7-ാം ദിവസമായി ശനിയാഴ്ചയായിരുന്നു യഹൂദർക്ക് സാബത്ത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ ഞായറാഴ്ച യേശു മരിച്ചവൻ ഉത്ഥാനം ചെയ്തതിനാൽ യോഹന്നാൻ 20:1 ക്രിസ്ത്യാനികൾ കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ച സാബത്ത് ആചരിക്കാൻ തുടങ്ങി. വെളിപാട് 1:10, നടപടി 20:7. പുതിയ സൃഷ്ടിയുടെ മധ്യസ്ഥനാണല്ലോ യേശു. കൊളോസ്സസ് ലേഖനം 1:18-20. പുതിയ ഉടമ്പടിയുടെയും മധ്യസ്ഥൻ അവൻ തന്നെ. ലൂക്ക 22:20, ഹെബ്രായ ലേഖനം 8:6, 12:24. അപ്പോൾ സാബത്ത് എന്നുള്ള ആ സാബത്ത് ഉടമ്പടി അത് അവതരിപ്പിക്കാൻ വേണ്ടിയാണ്, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയല്ല ഈ സൃഷ്ടിഗാഥ എന്ന് പറയുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1 മുതൽ 2-ാമത്തെ അധ്യായം 3-ാം വാക്യം വരെ ഉള്ള ആ സൃഷ്ടിഗാഥയിൽ അവതരിപ്പിക്കുന്നത്. സാബത്ത് ഉടമ്പടി അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന്. ഇതിന് ഒരുപാട് അർത്ഥങ്ങൾ വേറെയുണ്ട്. നമുക്കതെല്ലാം ഇപ്പം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഞാൻ സാബത്തിൻ്റെ സ്രഷ്ടാവാണ് അല്ലെങ്കിൽ ഞാൻ സാബത്തിൻ്റെ കർത്താവാണെന്ന് കർത്താവ് പറയുമ്പോൾ അതിന് വേറെ ചില അർത്ഥങ്ങൾ കൂടി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ട് 7 ദിവസത്തെ സൃഷ്ടി, എന്തുകൊണ്ട് 7 ദിവസത്തെ സൃഷ്ടി, അതേക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ധ്യാനിക്കാം. ചുരുക്കത്തിൽ സാബത്താചരണം ദൈവം മനുഷ്യവംശവുമായി ഉറപ്പിച്ച ആദ്യത്തെ ഉടമ്പടിയാണ് സാബത്ത് ഉടമ്പടി. ഉടമ്പടി വളരെ സിമ്പിളാണ്. എന്താണ്? 6 ദിവസം മനുഷ്യർക്ക്, 1 ദിവസം ദൈവത്തിന്. ആഴ്ചയിൽ 7 ദിവസമാണ് ഉള്ളത്. 6 ദിവസം നമുക്ക്, 1 ദിവസം ദൈവത്തിന്. അങ്ങനെ 1 ദിവസം ദൈവത്തിൻ്റെ കൂടെ നമ്മൾ ചെലവഴിക്കുമ്പോൾ 6 ദിവസത്തെ അധ്വാനവും 6 ദിവസവും വിശുദ്ധമാകും. 1 ദിവസം ദൈവത്തിൻ്റെ കൂടെ ചെലവഴിക്കുന്നില്ലെങ്കിൽ 6 ദിവസവും അശുദ്ധമായി നിലനിൽക്കും. മാത്രമല്ല നമുക്ക് ഒരു ജീവിതത്തിന് ലയമോ സന്തുലിതാവസ്ഥയോ ഉണ്ടാകില്ല. ജോലിയെ ശരണമായിട്ട് വന്നാൽ വിഷാദ രോഗത്തിലേക്ക് പോകുള്ളൂ.
അങ്ങനെ വരാതിരിക്കണമെങ്കിൽ മനുഷ്യർക്ക് സന്തുലിതാവസ്ഥ, മാനസിക സന്തുലിതാവസ്ഥ വേണമെങ്കിൽ, ശരീരത്തിന് സന്തുലിതാവസ്ഥ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി വേണമെന്ന് കർത്താവ് മുൻകൂട്ടി കാണുകയും അത് ഉറപ്പിക്കുകയും അത് നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ ആദ്യത്തെ അധ്യായത്തിൽ, ബൈബിൾ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എത്രയോ ഗംഭീരമാണിത്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് വാസ്തുദോഷമില്ലാത്തത്? ജ്യോതിഷം, ഈ കൈരേഖ, ചൊവ്വാദോഷം, ശനിദശ, ഈ കാര്യങ്ങളൊന്നും തന്നെ ക്രിസ്ത്യാനികളെ ബാധിക്കാത്തതിന് കാരണം എന്താണ്? അവർ 6 ദിവസം അവർക്ക് വേണ്ടിയും 1 ദിവസം ദൈവത്തിൻ്റെ കൂടി ചെലവഴിക്കുമ്പോൾ അവരെല്ലാ സമയവും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. 1 ദിവസം ദൈവത്തിൻ്റെ കൂടെ ചെലവഴിക്കുന്നതിലൂടെ അവരുടെ ആ ആഴ്ചയിലെ എല്ലാ നിമിഷങ്ങളും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ വാസ്തുദോഷം പ്രശ്നം വരും, അവർക്ക് കൈരേഖ പ്രശ്നം വരും, ജാതകം പ്രശ്നം വരും, രാഹുവും ഗുളികനും കേതും ഒക്കെ അവർക്ക് പ്രശ്നം വരും. കാരണം എന്താ? അവർ പള്ളിയിൽ പോകാത്ത ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ പ്രജാതിക്കാരനാണ്, അവൻ്റെ ദിവസം വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, അവൻ കർത്താവിനോട് ചെലവഴിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് ഞായറാഴ്ച കടമുള്ള ദിവസത്തേക്ക് നമ്മൾ പറയുന്നത്. അതൊരു വേറൊരു വാക്കാണെങ്കിലും ആ കടം എന്ന് പറയുന്നത് ശരിക്കും കടമയാണ്. കടമ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കടമ, ദൈവത്തോടൊപ്പം ആയിരിക്കാൻ ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കൈവരുന്നത് വലിയ ഭാഗ്യമാണ്. മറ്റ് മതസ്ഥരെ ബാധിക്കുന്ന ഈ രാഹുവും കേതുവും ജ്യോത്സ്യവും ജ്യോതിഷവും ജാതകവും ഒന്നും തന്നെ ക്രിസ്ത്യാനികളെ ബാധിക്കില്ല. കാരണം അവർ കർത്താവിൻ്റെ തിരുവുത്താന നാളിൽ കർത്താവിനെ കണ്ടേച്ച് വരികയാണ്. അവൻ്റെ എല്ലാ സമയവും കർത്താവ് വിശുദ്ധീകരിച്ച് കഴിഞ്ഞു. ഇത്ര വലിയ ഭാഗ്യം പോരെ പള്ളിയിൽ പോയിട്ട് നമുക്ക് കിട്ടുന്നത്? പള്ളിയിൽ പോയിട്ട് എന്താ കിട്ടുന്ന ആൾക്കാർ ചോദിക്കണേ. ഇതാണ് കിട്ടുന്നത്. ബന്ധം ഇല്ലേ? ഭാര്യയും ഭർത്താവിന് ജീവിച്ചിട്ട് എന്താ കിട്ടുക എന്ന് വെച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഇരിക്കുന്നത്? ആ ബന്ധത്തിലായിരിക്കുന്നതിൻ്റെ ഒരു ആസ്വാദ്യത ഇല്ലേ? അതാണ് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്നതും ഉണ്ടാകേണ്ടതും. അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.